മാസപ്പടി കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിലാണ് ഇഡി വ്യാപകമായി പരിശോധന നടത്തുന്നത്. മുൻമന്ത്രി മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധമുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രധാനമായി പരിശോധന ആദ്യം മുതലേ ഏകോപിപ്പിച്ചു. കുണ്ടുപറമ്പിലെ മുൻ DTPC ഡെസ്റ്റിനേഷൻ മാനേജർ എം നന്ദുലാലിന്റെ വീട്ടിലായിരുന്നു രാവിലെ 6 മണിയോടെ പരിശോധന തുടങ്ങിയത്. ഡിവൈഎഫ്ഐയുടെ നേതാവായ നന്ദുലാലിന് CPM നേതാക്കളുമായും മുഹമ്മദ് റിയാസുമായും അടുത്ത ബന്ധമുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. നിഖിലിന്റെ അശോകപുരത്തെ ഫ്ളാറ്റിലും ഇഡിയുടെ പരിശോധന ഉണ്ടായിരുന്നു. റിയാസുമായി അടുത്ത ബന്ധമുള്ള മറ്റൊരു വ്യക്തിയായ പരസ്യ കമ്പനി ഉടമ ഷൈജലിന്റെ ഫ്ളാറ്റിലും പരിശോധന നടത്തി. ഇതുകൂടാതെ മറ്റ് കേന്ദ്രങ്ങളിലും ഒരേ സമയം പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു അന്വേഷണത്തിലൂടെ കൂടുതൽ കുരുക്ക് മുറുകുമെന്ന കാര്യം വ്യക്തമാകുന്നത്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ, ബാങ്ക് വിവരങ്ങൾ, ഡിജിറ്റൽ രേഖകൾ എന്നിവയൊക്കെ ഇഡി പ്രധാനമായും പരിശോധിച്ചു വരുന്നു. ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതും ഈ അന്വേഷണത്തിന്റെ ഭാഗം തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത് വീണ വിജയന്റെ ഡയറി കൂടിയാണ്. ആ ഡയറി കുറിപ്പിൽ തന്നെയാണ് എല്ലാവിധ വിവരങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നതെന്നും പലർക്കുമുള്ള കുരുക്കടങ്ങിയിരിക്കുന്നതും ഈ ഡയറിയിൽ തന്നെയാണെന്നാണ് കരുതുന്നത്. നേരത്തെ നടത്തിയ പരിശോധനകളിൽ വീണ വിജയന്റെ വസതിയിൽ നിന്നും ഓഫീസിൽ നിന്നും കിട്ടിയ ഡയറികളും ഡിജിറ്റൽ രേഖകളും കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഡയറിയിൽ പരാമർശിച്ചിട്ടുള്ള പേരുകളും സാമ്പത്തിക ഇടപാടുകളും മറ്റു മൊഴികളുമായി ഒത്തുനോക്കിയാണ് അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നത്. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ ഉദ്യോഗസ്ഥരെയും വീണ വിജയനെയും നേരത്തെ തന്നെ പല തവണയായിരുന്നു ചോദ്യം ചെയ്തത്. കിട്ടിയ മൊഴികളും രേഖകളും തമ്മിലുള്ള പൊരുത്തവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL നിന്നും സേവനം നൽകാതെയാണ് പണം കിട്ടിയതെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ഈ കേസിന്റെ പ്രധാനപ്പെട്ട പശ്ചാത്തലം ഇവിടെ തന്നെയാണ് തുടങ്ങുന്നത്. ഇതിന് പിറകെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡി അന്വേഷണം തുടങ്ങി. കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും സമാന്തരമായി തന്നെ അന്വേഷണം നടത്തുകയാണ്. കുറ്റപത്രത്തിന് മുന്നോടിയായിട്ടുള്ള അവസാനഘട്ട തെളിവെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതായി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നടന്ന ഈ പരിശോധനകൾക്ക് കേസിൽ നിർണായകമായ പ്രാധാന്യമുണ്ട്. റെയ്ഡിൽ കിട്ടുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി പുതിയ പേരുകൾ ഈ കേസിൽ ഉയർന്നു കേൾക്കുമോ എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള വിഷയമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.